നമസ്കാരം. ഇന്ത്യ ഒരു സത്രമല്ലെന്ന ഓർമ്മപ്പെടുത്തലുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തേക്കുള്ള അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ലോക്സഭയിൽ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 പാസാക്കി. മതിയായ രേഖകളില്ലാത്ത രാജ്യത്ത് തുടരുന്നവർക്ക് കർശന ശിക്ഷയും പിഴയും നിർദ്ദേശിക്കുന്ന ബില്ലാണിത്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ബില്ല് പാസാക്കിയത്. വിനോദസഞ്ചാരിയോ വിദ്യാർത്ഥിയോ ഇന്ത്യയിലെത്തുന്നവരെ സ്വാഗതം ചെയ്യാൻ എല്ലായ്പ്പോഴും ഇന്ത്യ ഒരുക്കമാണെന്നും അതേസമയം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നവരെ കർശനമായി നിയന്ത്രിക്കുമെന്നും ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ദുരുദ്ദേശത്തോടെ ഇന്ത്യയിലെത്തുന്നവരെ മാത്രമേ നരേന്ദ്രമോദി സർക്കാർ തടയുന്നുള്ളൂ എന്നും ഇന്ത്യ ഒരു സത്രമല്ലെന്നും അമിത്ഷാ പറഞ്ഞു. രാജ്യ പുരോഗതിക്ക് സംഭാവന നൽകുന്നതിനായി എത്തുന്നവരെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനധികൃത കുടിയേറ്റക്കാരെ തടയുന്ന പുതിയ ബിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ശക്തിപ്പെടുത്തും, സമ്പദ് വ്യവസ്ഥയും വ്യാപാരത്തെയും അഭിവൃദ്ധിപ്പെടുത്തും. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഈ നടപടി ഉത്തേജനം പകരും. ഇന്ത്യയിലെത്തുന്ന ഓരോ വിദേശ പൗരന്റെയും കൃത്യമായ വ്യക്തിവിവരങ്ങൾ പുതിയ ബിൽ നടപ്പിലാകുന്നതോടെ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന റോഹിംഗ്യൻ കുടിയേറ്റക്കാരെക്കുറിച്ചും അമിത്ഷാ പരാമർശിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുന്നവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. വ്യക്തിലാഭത്തിനായി ഇന്ത്യയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായും ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ബിൽ ഇന്ത്യയുടെ സുരക്ഷ ശക്തമാക്കും. 2047 ആകുമ്പോഴേക്കും വികസിത രാജ്യമായി മാറുന്നതിന് ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യുമെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. അനധികൃത കുടിയേറ്റം തടയാൻ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പശ്ചിമ ബംഗാൾ സർക്കാർ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലി നിർമ്മാണം അപൂർണമായി തുടരുകയാണ്. നിർമ്മാണം പൂർത്തിയാകാത്തതിന് പിന്നിൽ മമതാ സർക്കാരാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. കുടിയേറ്റക്കാരോട് ബംഗാൾ സർക്കാർ അനാവശ്യമായി അനുകമ്പ കാണിക്കുകയാണ്. വേലി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ 11 കത്തുകൾ അയക്കുകയും വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുമായി 7 തവണ ചർച്ച നടത്തുകയും ചെയ്തിട്ടും പ്രയോജനമുണ്ടായിട്ടില്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. 1946 വിദേശി നിയമം, 1920 പാസ്പോർട്ട് നിയമം, 1939 വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം, 2000 ഇമിഗ്രേഷൻ നിയമം തുടങ്ങിയവയ്ക്ക് പകരമാണ് പുതിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ. രേഖകളില്ലാത്തവരെ കൊണ്ടുവരുന്ന വിമാനങ്ങൾക്കും വാഹനങ്ങൾക്കും 5 ലക്ഷം രൂപ വരെ പിഴ ചുമത്തും. വിദേശികൾ എത്തുന്ന സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നതാണ് പുതിയ ബിൽ. വിദേശികളെക്കുറിച്ച് ഇമിഗ്രേഷൻ അധികൃതർ റിപ്പോർട്ട് ചെയ്യണം. അതേസമയം ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ ചില പ്രത്യേക വിഭാഗങ്ങളോട് വിവേചനപരമായ നിലപാട് സ്വീകരിക്കാൻ അവസരമൊരുക്കുന്നതാണെന്നും ലോക്സഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച NK പ്രേമചന്ദ്രൻ, K രാധാകൃഷ്ണൻ എന്നിവർ ചൂണ്ടിക്കാട്ടി. ബില്ലിലെ പല വ്യവസ്ഥകളും സ്വാഭാവിക നീതിയുടെയും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെയും ലംഘനമാണെന്നാണ് NK പ്രേമചന്ദ്രൻ വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമായി നാട്ടിലെത്തുന്നവർക്ക് ഏർപ്പെടുത്തിയ വ്യവസ്ഥകൾ സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുന്നതാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെയും വിയോജിക്കുന്നവരെയും ഉന്മൂലനം ചെയ്യാനുള്ള ആയുധമായി രാജ്യസുരക്ഷയെ ഉപയോഗിക്കുന്ന ഈ ഘട്ടത്തിൽ ബില്ലിലെ വ്യവസ്ഥകൾ കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുമെന്നതിൽ സംശയമില്ല. ചില പ്രത്യേക വിഭാഗങ്ങളോട് വിവേചനപരമായ നിലപാട് സ്വീകരിക്കാൻ അവസരമൊരുക്കുന്നതാണ് ബിൽ. ബിൽ അതിരുകടന്ന അധികാരങ്ങൾക്ക് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും വഴിയൊരുക്കുമെന്നും K രാധാകൃഷ്ണൻ MP ആരോപിക്കുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.